മഹത്തായ ഡെമോക്രസി എന്നും ഡെമോക്രസിയുടെ ശ്രീകോവിലെന്നും വിശേഷിപ്പിക്കുന്നു. അപ്പം അന്ന് നമ്മുടെ ഇത്രയും ചെറുപ്പക്കാർ അങ്ങോട്ട് വിദേശത്തേക്ക് പോകുന്നില്ല, ബ്ലോഗിംഗ് ഇല്ല, ഒന്നുമില്ല. ഞാനീ പറയുന്നത് കേട്ടിട്ട് എന്നെ പരിഹസിച്ച് എത്രയോ ആളുകളുണ്ടെന്നറിയോ, ഇവൻ തള്ളി മറിക്കുകയാണ്. ഇന്ന് സ്വന്തം മക്കൾ വിദേശത്ത് പോയിട്ട് അവിടുന്ന് വീഡിയോ എടുത്ത് ഇങ്ങോട്ട് അയക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് മനസ്സിലായി ഇവൻ 25 കൊല്ലം മുമ്പ് പറഞ്ഞ നേരായിരുന്നു എന്ന്. 20 കൊല്ലം എടുക്കും ചില കാര്യങ്ങൾ ആളുകളുടെ മനസ്സിലേക്ക് വരാൻ. മരണാനന്തര ചടങ്ങ്, ചാത്തം എന്ന് പറയും, അവർക്ക് വീട്ടുകാർ മാത്രമേ വരുള്ളൂ. അവർ തന്നെ സദ്യ ഉണ്ണും. സദ്യ എല്ലാം കഴിഞ്ഞ് അവർ വട്ടത്തിലിരുന്നിട്ട് അതിഗംഭീരമായി സദ്യ ഇവർ തന്നെ ഇവരെ പുകഴ്ത്തും. പുറത്തുനിന്ന് ഒരാൾ ഉണ്ടിട്ടില്ല, അഭിപ്രായം പറഞ്ഞിട്ടില്ല. നമ്മുടെ പോരായ്മകൾ കണ്ടെത്താൻ ഒരു ഇന്ത്യക്കാരൻ ശ്രമിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം ഞാനൊരു സാധനം കണ്ടു. ഡേർട്ടിയസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഒരൊറ്റ രാജ്യത്തിന്റെ പേര് അവർ പറഞ്ഞത്. ഇന്ത്യക്കാരാണോ? എന്നാൽ ഇവിടെ ഇരുന്നാൽ മതി. ഇന്ത്യക്കാർക്ക് വേണ്ടി വിമാനത്താവളത്തിൽ വേറെ ക്യൂ ഉണ്ടാക്കിയ സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. നമ്മുടെ രാജ്യങ്ങളിൽ അല്ലെ ആ വരുന്ന ആളുകളുടെ രാജ്യങ്ങളിൽ വിൽക്കാൻ വേണ്ടി അവർക്ക് ഗുണമുള്ള കാര്യത്തിലാണ് നമ്മൾ പോകുന്നത്. ആ ഹാൻഡ് ആൻഡ് ഫെയറിലേക്ക് പോലും വിസ കൊടുക്കുന്നില്ല. ഇത് ആരുടെ സ്വഭാവ കുഴപ്പം കൊണ്ടാണ്? നിങ്ങളൊന്ന് തായ്ലൻഡിൽ പോകും. പട്ടയ എന്ന് പറയുന്ന സെക്സ് ടൂറിസത്തിന്റെ കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ അവിടുത്തെ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് പോലും ഇന്ത്യക്കാരനാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ടെന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി. പ്രോസ്റ്റിറ്റ്യൂട്ടുമായിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പഠിപ്പിക്കണമെന്നല്ല ഞാൻ പറഞ്ഞിട്ട്. ഭയങ്കര സെൽഫിഷ് ആണ് അവര്. എങ്ങനെയാണെങ്കിലും എന്റെ കാര്യം അങ്ങ് നടന്നാൽ മതി. എല്ലാവരും ക്യൂ നിൽക്കുകയാണെങ്കിൽ ഇവൻ കയറി ഇടിച്ചു കയറിയിട്ട് മുമ്പിൽ കയറും. നമ്മളെക്കാൾ സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന പല സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നിടത്തുനിന്ന് സ്വാർത്ഥതയാണ് അവരെ ഇടിച്ചു കയറണമെന്നാണ് ഈ പഠിപ്പിക്കുന്നത്. ഒരു സ്ഥാനാർത്ഥിയുടെ നിൽക്കുന്ന വ്യക്തിയെ കണ്ടുവോട്ട് ചെയ്യുന്നവരുണ്ട്. ആ നിൽക്കുന്ന ഏത് പ്രതിനിധീകരിക്കുന്ന